ഗുഡ് മോർണിംഗ്. ഇത് നമ്മളുടെ ഫുഡ് പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ 2 പാക്കറ്റാണുള്ളത്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ ഇതിങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് ഒരു പാക്കറ്റ് കേട്ടോ. ഈ ഒരു പാക്കറ്റ് എടുക്കുക. പാക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ ജസ്റ്റ് അയച്ചിട്ട് ഇതിൽ 2 പീസാണ് ഉണ്ടാവുക. ഒരു പാക്കറ്റിൽ 2 പീസ് കണ്ടോ, 2 പീസ്. ഇത് നമുക്ക് 2 കാലിൽ ഒട്ടിക്കാനുള്ള പീസാണ് കേട്ടോ. ഞാനതിൽ നിന്ന് എടുത്തു. ഇതാണ് അതുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് എടുക്കാം. ഇതിലാണ് നമ്മുടെ സ്റ്റിക്കറൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെടുത്തു. ഇതിൽ നിന്ന് 2 സ്റ്റിക്കർ എടുത്തു. 2 കാലിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിക്കർ എടുത്തു. വീണ്ടും നമ്മളിത് എന്ത് ചെയ്യുക, ഇത് ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അതേപോലെ ഇതും കാറ്റ് തട്ടാതെ നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ഒരു ദിവസം 5 ദിവസം റെഗുലറായിട്ട് ഒട്ടിക്കണം. ഒരു ദിവസം റെസ്റ്റ് എടുക്കുക, ഒരു ദിവസം ഒട്ടിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി ഞാനിത് പറിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കർ ഇത് ജസ്റ്റ് ഇവിടെ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറിക്കുക. ഇങ്ങനെ പറിച്ചെടുക്കുക. പറിച്ചിട്ട് നമ്മളിവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഇത് 2 പീസാക്കി ഇതിൻ്റെ ഗോൾഡൻ കളറ്, ഈ ഗോൾഡൻ കളറ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ പീസും ഞാൻ സ്റ്റിക്കർ പറിച്ചിട്ട് ഈ ഗോൾഡൻ ഭാഗം തന്നെ പുറത്തേക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചു. ഇത് നമ്മളെ കാലിൻ്റെ ഉള്ളംകാലിലാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് ഒട്ടിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കാലിതാ, കാലിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പം നമ്മളിവിടെ 2 ഭാഗത്തും ഓരോ സ്റ്റിക്കർ കൂടി ഉണ്ടാവും. ഈ സ്റ്റിക്കർ കൂടി നമ്മൾ പറിച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇത് ഞാനൊക്കെ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ദിവസം ഫീൽഡിൽ ഇറങ്ങുന്ന ലീഡേഴ്സാണല്ലേ. ഫീൽഡിൽ ഇറങ്ങുന്ന ലീഡേഴ്സിനൊക്കെ ഒരുപാട് ടോക്സിൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ക്ഷീണമൊക്കെ മാറാൻ നല്ല സംഭവമാണ് കേട്ടോ. ഞാനിത് ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാനിത് ഒട്ടിക്കാറുള്ളത്. എപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴൊക്കെ ഞാനിത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ക്ഷീണത്തിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴൊരു എന്ത് സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടും നമുക്ക് ആ ക്ഷീണത്തിനൊരു മാറ്റം ഇല്ലെങ്കിൽ ഫുഡ് പാച്ച് ഒട്ടിക്കുക. അടിപൊളി റിസൾട്ടാണ് ഇത് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ 2 കാലിൽ ഒട്ടിച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.